CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ തീരുമാനം. ദിവസേന അരമണിക്കൂർ വീതം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്തിനിടയിലാകും നിയന്ത്രണം നടപ്പിലാക്കുക. മലപ്പുറം ജില്ലയിൽ തുടരുന്ന അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ്. മലപ്പുറം KSEB ഓഫീസിലെത്തിയ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ ഓഫീസിന്റെ ഫ്യൂസ് ഊരിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മണ്ണാർക്കാട് നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി മതിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് MCP മണ്ണാർക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പരാതിപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി നഗരസഭയ്ക്ക് പരാതി നൽകി. ചെർപ്പുളശ്ശേരിയിൽ മൂസമ്പി മുറിച്ചു നൽകാത്തതിന്റെ പേരിൽ വ്യാപാരി മർദ്ദനത്തിനിരയായ സംഭവം രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ. ഭരണസ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ആഭ്യന്തര തർക്കങ്ങളുടെ പേരിൽ വ്യാപാരിയെ കരുവാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ തീരുമാനം. ദിവസേന അരമണിക്കൂർ വീതം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്തിനിടയിലാകും നിയന്ത്രണം നടപ്പിലാക്കുക. നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചാക്രിക ലോഡ് ഷെഡിംഗ് രീതിയാകും പിന്തുടരുക. ഓരോ ഫീഡറുകളുടെയും ക്രമമനുസരിച്ച് വ്യത്യസ്ത സമയങ്ങളിലാകും വൈദ്യുതി തടസ്സപ്പെടുക. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലോഡ് റെസ്ട്രിക്ഷൻ, ലോഡ് മാനേജ്മെന്റ് എന്നീ പേരുകളിൽ KSEB അപ്രഖ്യാപിത പവർ കട്ട് നടത്തിയിരുന്നു. എന്നാൽ മുന്നറിയിപ്പില്ലാത്ത ഈ നടപടി ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായതോടെയാണ് ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കാൻ ബോർഡ് തീരുമാനിച്ചത്. മുൻകൂട്ടി അറിയിക്കാതെയുള്ള വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പാലക്കാട് വൈദ്യുതി ഓഫീസിൽ ഉൾപ്പെടെ ഉപഭോക്താക്കൾ നേരിട്ടെത്തി പ്രതിഷേധിച്ചിരുന്നു. കടുത്ത വേനൽ ചൂടിനിടെ രാത്രികാലങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഒളിച്ചുകളി അവസാനിപ്പിച്ച് കൃത്യമായ സമയക്രമം നിശ്ചയിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങാൻ KSEBയെ പ്രേരിപ്പിച്ചത്. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം ജില്ലയിൽ തുടരുന്ന അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ്. മലപ്പുറം KSEB ഓഫീസിലെത്തിയ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ ഓഫീസിന്റെ ഫ്യൂസ് ഊരിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കേരള ജനത മാപ്പ് തരില്ല, കേരള ജനത മാപ്പ് തരില്ല. അവർക്കട്ടില്ല മേനി പറഞ്ഞു, അവർക്കട്ടില്ല മേനി പറഞ്ഞു, അവർക്കട്ടില്ല മേനി പറഞ്ഞു. രാവിലെ 11 മണിയോടെ പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കടന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു. യൂത്ത് ലീഗിൻ പ്രതിഷേധം, യൂത്ത് ലീഗിൻ പ്രതിഷേധം, യൂത്ത് ലീഗിൻ പ്രതിഷേധം, യൂത്ത് ലീഗിൻ പ്രതിഷേധം. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. യൂത്ത് ലീഗിൻ പ്രതിഷേധം, യൂത്ത് ലീഗിൻ പ്രതിഷേധം. തുടർന്ന് അരമണിക്കൂറോളം ഓഫീസിന് മുൻപിൽ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ നിലയുറപ്പിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് KSEB അധികൃതർ പ്രവർത്തകരുമായി ചർച്ച നടത്തി. അപ്രഖ്യാപിത പവർ കട്ടുമായി ബന്ധപ്പെട്ട പരാതികൾ ഗൗരവമായി പരിഗണിക്കുമെന്നും വിഷയം ഉന്നത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജീവനക്കാർ അറിയിച്ചു. ഇതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. നമ്മൾ ഉയർത്തിയ വിഷയം ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച എല്ലാവരെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇതിന് ന്യായമായ സമരത്തിന്റെ ആ രൂപത്തിലേക്ക് തന്നെ KSEB അധികാരികൾ മനസ്സിലാക്കുകയും ഉത്തരവാദിത്തപ്പെട്ടവരിലേക്ക്
ഈ തോന്നിയ രൂപത്തിലേക്കുള്ള പവർ കട്ടും തോന്നിയ രൂപത്തിലേക്കുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഇനിയും ഈ KCB ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് വരും എന്നുള്ളത് മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. യൂത്ത് ലീഗ് മലപ്പുറം മണ്ഡലം നേതാക്കളായ ഷാഫി കാടേങ്ങൽ, സുബൈർ മൂഴിക്കൽ, സഹൽ, ഉമ്മർകുട്ടി മൊറയൂർ, മൻസൂർ കൂത്രാടൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരിയിൽ മുസംബി മുറിച്ചു നൽകാത്തതിന്റെ പേരിൽ വ്യാപാരി മർദ്ദനത്തിനിരയായ സംഭവം രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ. ഭരണസ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ആഭ്യന്തര തർക്കങ്ങളുടെ പേരിൽ വ്യാപാരിയെ കരുവാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വിഷയമുണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ ഏകോപന സമിതിക്ക് ഒരു നയമുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന നമ്മുടെ സംഘടന ഇത്തരം ഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള പ്രഖ്യാപിതമായ നമ്മുടെ നയം എത്ര വലിയ കൊലകൊമ്പനായാലും കടയിൽ കയറി ആക്രമിച്ചാൽ അവനെ റിമാൻഡ് ചെയ്തുകൊണ്ടല്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത പ്രസ്ഥാനമാണ് ഏകോപന സമിതി. അതേ നിലപാടാണ് നമ്മൾ അവിടെ എടുത്തത്. ഇപ്പൊ വാട്സപ്പിൽ കരഞ്ഞു പറയുന്ന വ്യാപാരി നമ്മുടെ വ്യാപാരിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആഭിമുഖ്യം അത് പൂർണ്ണമായും ഈ വിഷയത്തിൽ പ്രതിഫലിച്ചു. വാദിക്കു വേണ്ടിയും പ്രതിക്കു വേണ്ടിയും ഒരേ രാഷ്ട്രീയ പാർട്ടി, ഭരണസ്വാധീനമുള്ള പാർട്ടി, അവരുടെ ഉള്ളില് ഉള്ള ചില തർക്കങ്ങളുടെ പേരിൽ വ്യാപാരിയെ പകപോക്കി. ആ ഘട്ടത്തിൽ ഏകോപന സമിതിയുടെ വാക്കുകൾ കേൾക്കാൻ നമ്മുടെ വ്യാപാരി തയ്യാറായില്ല എന്ന ഒരു ദുഃഖസത്യം കൂടെ നിങ്ങൾ തിരിച്ചറിയും. നമ്മൾ നിസ്സഹാരായി പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്. എത്രയൊക്കെ ആർജവത്തോടുകൂടി വലിയ തീരുമാനം നമ്മൾ എടുത്താൽ നമ്മുടെ ആളുകൾ അതോടൊപ്പം നിൽക്കാത്ത ചില ഘട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഖേദകരമാണ്. ഈ ചെർപ്പുളശ്ശേരി വിഷയവും എനിക്ക് പൂർണ്ണമായി ഈ മൈക്കിലൂടെ അത് വിളിച്ചു പറയുന്നതിനും പരിമിതി. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരയാണ് കച്ചവടക്കാരൻ എന്നത് മാത്രമല്ല ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒറ്റ രാത്രി കൊണ്ട് ഒരു ടൗണിൽ ആരുടെയും പരസഹായമില്ലാതെ, ഞാൻ ഉദ്ദേശിച്ചത് ഏകോപന സമിതി എന്ന ഈ സംഘടനയ്ക്ക് പുറത്തുനിന്ന് ഒരു സംഘടനയുടെയും ഒരു അധികാരികളുടെയും ഒരു ഉദ്യോഗസ്ഥന്റെയും പരസഹായമില്ലാതെ ഒരു കടയെ പുനഃസ്ഥാപിക്കാൻ ഏകോപന സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഏകോപന സമിതിയെ സമൂഹം രണ്ട് കൈയും നീട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഏകോപന സമിതി എന്ന ഈ സംഘടനയെ വാനോളം പുകഴ്ത്തുമ്പോ ആ ഒരു മേന്മയെ അംഗീകരിക്കാൻ കഴിയാത്ത പൊതുസമൂഹവും ചില രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഖേദകരമാണ്. ഇത് അതിന്റെ ഇരയാണ്. ഈ വിഷയം നിങ്ങൾ അതിന്റെ കമന്റുകളിലൊന്ന് പോയി നോക്കണം. ആ കമന്റുകളെല്ലാം എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയ ഈ നാട്ടിലെ വാർത്തകളെ സൃഷ്ടിക്കുന്നത് എന്നും തെറ്റായ വാർത്തകൾ ഉണ്ടാക്കുന്നതുമെന്നും നമ്മളേറെ ചർച്ച ചെയ്യുന്നു. ഈ വാർത്തയും അത്തരമൊരു വാർത്തയാണ്. അതുകൊണ്ട് ഏകോപന സമിതിയുടെ ഇടപെടലിന്റെ കുറവല്ല അവിടെ ഉണ്ടായത്, മറിച്ച് നമ്മുടെ നാട്ടിലുള്ള നിലവിലെ രാഷ്ട്രീയ അതിപ്രസരത്തിന്റെയും അധികാര രാഷ്ട്രീയത്തിന്റെയും ദുരുപയോഗത്തിന്റെ ഇരയാണ് അത്. സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പലപ്പോഴും അത് അപൂർണങ്ങളോ അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധവുമാണ്. അതുകൂടെ പ്രിയപ്പെട്ട അംഗങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ. പക്ഷേ ഇതിനൊന്നും മറുപടി പറയാൻ വാട്സപ്പിൽ നമ്മൾ മുതിരേണ്ട കാര്യമില്ല. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി മതിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് NCP മണ്ണാർക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പരാതിപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി നഗരസഭയ്ക്ക് പരാതി നൽകി. ഈ ഡെങ്കി ഉണ്ടാവുമ്പോൾ നിങ്ങള് ഓരോ കൂളിയും ഡെങ്കി അവിടുന്ന് താലൂക്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൂൾ ചെയ്യാന്നല്ലാതെ ഇവിടെ ആരോഗ്യ പ്രവർത്തകർ വരിക ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോന്ന് പല വാർഡുകളിലും നിങ്ങൾ പോയി നോക്കുന്നില്ല. ഞാൻ പ്രത്യേകം പറയുന്നത് 19ാം വാർഡിൽ ഞാൻ അനുഭവിച്ചാണ്. പിന്നെ ഈ 5ാം വാർഡ് തൊട്ടിട്ട് ഈ റോഡ് സൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സ്ഥലത്തും മണ്ണാർക്കാട് നിങ്ങൾ താലൂക്കിൽ നിന്ന് എത്ര ഡെങ്കി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ
നോക്കണം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് ഓരോ വാർഡ് കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് ഡെങ്കികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് കൃത്യമായിട്ട് ആ രോഗിയുടെ വീട് സന്ദർശിക്കുകയും ആ വീടിന്റെ പരിസരത്ത് വെള്ളം കെട്ടി വെക്കുന്നുണ്ടോ അത് 19-ാം വാർഡ് തൊട്ടിട്ട് നിങ്ങൾ നോക്കിയതാണല്ലോ, പിന്നെ ഇൻസ്പെക്ഷൻ ചെയ്താണല്ലോ. 19-ാം വാർഡിൽ ഞാനുള്ള 19-ാം വാർഡിൽ ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ല. 5-ാം വാർഡിൽ ചെയ്തിട്ടില്ല. 5-ാം വാർഡിലൊക്കെ ഫോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ഡെങ്കി ഉണ്ടാവുന്നത്? പരിശോധിക്കല്ലേ, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടില്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ. ഹെൽത്തുകാർ പറയാതെ നമുക്ക് ഫോഗിങ് ചെയ്യാൻ പറ്റില്ല. ഹെൽത്ത് പറയാണ് ഇന്ന സ്ഥലത്ത് ഫോഗിങ് അങ്ങനെ വിളിച്ചില്ല. 19-ാം വാർഡിൽ നിങ്ങൾ ഫോഗിങ് ചെയ്തിട്ടില്ല. പല വാർഡുകളിലും ഡെങ്കി എടുത്തിട്ടില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയാണ് നമുക്ക് ഇന്ന സ്ഥലത്ത് ഫോഗിങ് ചെയ്യണം. അവരാണ് ഇതിന്റെ കുറച്ചും കൂടി നിങ്ങൾ മുൻകൈ എടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഡെങ്കി വളരെയധികം കൂടിയാണ്. ഇപ്രാവശ്യം കൂടണം. അടുത്ത മാസമാണ് ഇത് കൂടേണ്ടത്. ഇനി ഇവിടെ ആളുകൾ കുറെ എണ്ണം മരിക്കുന്നവരെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള നിലപാടെടുക്കുക. ഈ ഫോഗിങ് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. ഇതിന്റെ മാനദണ്ഡ പ്രകാരം തന്നെ ആരോഗ്യവകുപ്പിന്റെ മാനദണ്ഡ പ്രകാരം പല കാര്യങ്ങൾക്ക് വെള്ളമടക്കം നിങ്ങള് മഞ്ഞപ്പിത്തം ഇവിടെ കൂടി വരുന്നുണ്ട്. എന്റെ വീടിന്റെ അപ്പുറത്ത് 6 കുട്ടികൾക്ക് മഞ്ഞപ്പിത്ത. ഈ വെള്ള പരിശോധന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊരു പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് അത് ചെയ്യണം എന്നാ പറയുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് ഡെങ്കിപ്പനി ബാധിച്ചപ്പോൾ സുഖവിവരം അന്വേഷിക്കാൻ വിളിച്ച ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരോട് പ്രതിരോധ നടപടികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തന്റെ ഭാഗമല്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് സദക്കത്തുള്ള പടലത്ത് പറഞ്ഞു. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അവര് സാധാരണ എന്താ ചെയ്യുന്നത്, ഈ ഡെങ്കി താലൂക്ക് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളെ വിളിച്ചിട്ട് ചോദിക്കും എന്തായി വിശേഷങ്ങള്, കുഴപ്പമുണ്ടോന്ന്. ഒരു ആരോഗ്യ പ്രവർത്തകന് വീടുകളിൽ ചെല്ലുകയെ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ പരിശോധിക്കുകയെ അതുപോലെ ആ ഭാഗങ്ങളിൽ ഫോഗിങ് ചെയ്യേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പോരാത്തതിന് ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ അഴുക്ക് ചാല് അടച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് പല സ്ഥാപനങ്ങളിൽ നിന്നും അഴുക്കുവെള്ളം ഒഴുക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടും ഡെങ്കി ഉണ്ടാവും. ഇതിനൊന്നും പ്രതിരോധിക്കാതെ സാധാ വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഒരു പ്രവർത്തനമായിട്ടാണ് നഗരസഭ പോകുന്നത്. നഗരസഭക്ക് ഇവിടെ ഇതൊന്നുമല്ല പണി. ആളുകൾ മരിച്ചു പോകണമെന്നും നഗരസഭക്ക് പ്രശ്നമില്ല. അവര് ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിലെ ബസ് സ്റ്റാൻഡില് ഇവിടെ ഒരു ഷെഡ് കെട്ടും, ഇതിന്റെ അപ്പുറത്തേക്ക് ഷെഡ് പൊളിക്കും. ആ പരിപാടി കൊണ്ട് മാത്രം നടക്കുകയാണ്. ഇത്ര കാലമായിട്ട് ഈ മുനിസിപ്പാലിറ്റിക്ക് ഒരു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പോലും കൂടി ഉണ്ടാക്കിയിട്ടില്ല. MP അവരുടെയാണ്, MLA അവരുടെയാണ്, ചെയർമാൻ അവരുടെയാണ്. പക്ഷെ ഇപ്പോഴും ഒരു ദേശീയപാതയിലേക്ക് കുത്തനെ പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഉള്ളത്. ഇതാ ഈ കാണുന്ന ബിൽഡിംഗ് പൊളിക്കാൻ എന്നോ ഉത്തരവിട്ടിക്കണു. അത് പൊളിക്കാനും കൂടി കഴിവില്ല. ഇത് കൃത്യമായിട്ട് ഇവിടെ റോഡിന് ഇതിന്റെ ഒരു പരിഷ്കരണം എന്ന് പറഞ്ഞിട്ട് നഗരസഭയുടെ ഭാഗമായിട്ട് ബസ് സ്റ്റാൻഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടുള്ള കളികളാണ്. ഈ കളികളല്ലാതെ ആളുകളെ സംബന്ധിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോകുന്ന ഡെങ്കി എന്ന് പറയുന്ന ഈ രോഗത്തിനെതിരെ മുനിസിപ്പാലിറ്റി ഒരുപാട് ഫണ്ടുകൾ മാറ്റിവെക്കുന്നതാണ് ആരോഗ്യവകുപ്പും. ഇത് കൃത്യമായിട്ട് ജാഗ്രത പാലിച്ച് ജനങ്ങളുടെ വിഷയമാണിത്, ആളുകൾ മരണപ്പെടും എന്നുള്ള ബോധ്യത്തോടെ മുനിസിപ്പാലിറ്റി ഇതിനെതിരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ജനകീയ സമരങ്ങൾ ഇവിടെ ഉണ്ടാവും. CCN മണ്ണാർക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും 2026-28 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ നിലവിലുണ്ടായിരുന്ന മുഴുവൻ ബാധ്യതകളും തീർത്തുകൊണ്ടാണ് പുതിയ ഭരണസമിതി അധികാരമേറ്റത്. യൂണിറ്റിലെ നിരവധിയായ വ്യാപാരികൾ യോഗത്തിൽ പങ്കെടുത്തു. KVVS ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത്തരം ഘട്ടങ്ങളിൽ വ്യാപാരിയോടൊപ്പം നിന്നുകൊണ്ട് വ്യാപാരിയെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ എന്ന ആ വലിയ സംഘബോധത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്ക് വേണ്ടത് ആ ഒരു ജാഗ്രതയാണ്. നമ്മുടെ പ്രദേശത്ത് നമുക്ക് തൊട്ടടുത്ത് കച്ചവടം ചെയ്യുന്ന ഏതൊരാളും നമ്മുടെ സഹോദരനാണ്. അവൻ ഈ സംഘടനയിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. അവരുടെ പ്രശ്നം ആ പ്രശ്നം എന്റേതു കൂടിയാണ്.
പ്രസിഡന്റ് രമേശ് പൂർണിമ, സെക്രട്ടറി ഷമീർ, യൂണിയൻ ട്രഷറർ സൈനുൽ ആബിദ് എന്നിങ്ങനെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. യോഗത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട്ടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് 2 മണിവരെ അവധി നൽകിയിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റായി രണ്ടാമത്തെ ഒരു ടേമിലും കൂടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. വ്യാപാരികൾക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 വർഷം കാഴ്ചവെക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വരുന്ന 2 വർഷങ്ങളിലും വ്യാപാരികളുടെ ഉന്നമനത്തിനും അവരുടെ ഒപ്പം നിന്നുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിരവധി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മുടെ പൊതുസമൂഹത്തെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നുള്ള വർഷങ്ങളും സമൂഹത്തിന് ഉതകുന്നതും വ്യാപാരികളുടെ ഉന്നമനത്തിനുമായ നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. സംഘടനയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പുതിയ പുതിയ ആളുകൾ ഈ സംഘടനാ രംഗത്തേക്ക് കടന്നു വരണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് KVVS യൂത്ത് വിങ് എന്ന ഒരു വിഭാഗം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. CCN മണ്ണാർക്കാട്. ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കൂട്ടായ്മയായ മാച്ചിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് നൃത്ത ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണം പ്രശസ്ത നർത്തകി നീന ശബരീഷ് ഉദ്ഘാടനം ചെയ്തു. മാച്ച് പ്രസിഡന്റ് ബാബുരാജ് കോട്ടക്കുന്ന് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ഹംസ മുണ്ടുപറമ്പ് നന്ദിയും പറഞ്ഞു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഗാനഭൂഷണം സിന്ധു, നീലൻ, മുസ്തഫ, ഷീജ അനിൽകുമാർ, ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഉദ്ഘാടക നീന ശബരീഷിനെ പ്രസിഡന്റ് ബാബുരാജ് കോട്ടക്കുന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. CCN മലപ്പുറം. കേരള NGO അസോസിയേഷൻ 15ാം മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം AP അനിൽകുമാർ MLA നിർവഹിച്ചു. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെയും ജീവനക്കാരുടെയും ഇടയിൽ ഈ ഗവൺമെന്റിനെതിരായ ഒരു അഭിപ്രായ രൂപീകരണം ഉയർത്തിക്കൊണ്ടുവരണം അസോസിയേഷന്റെ ഈ കഴിഞ്ഞ പ്രസംഗക്കാരുടെ പ്രവർത്തനങ്ങളുള്ളത് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. സമ്മേളനത്തിൽ UDF ജില്ലാ ചെയർമാൻ KP അബ്ദുൽ മജീദ് മുഖ്യാതിഥിയായിരുന്നു. KPCC സെക്രട്ടറിമാരായ KP നൌഷാദ് അലി, ആലിപ്പറ്റ ജമീല, V ബാബുരാജ് എന്നിവരും NGO അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ VP ബോബിൻ, ജില്ലാ ട്രഷറർ ഹബീബ് തോണിക്കടവൻ എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CCN മലപ്പുറം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരത്ത് അങ്ങാടിപ്പുറം ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അൽപ്പാകുളം നവീകരണത്തോടൊപ്പം കാൽനട യാത്രക്കാർക്കായി സുരക്ഷിതമായ ഫുട്പാത്ത് കൂടി നിർമ്മിക്കണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിലവിൽ പ്രധാനമന്ത്രി കൃഷിയോജന പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ദേശീയപാത അതീവ ഇടുങ്ങിയ നിലയിലുള്ള ഈ ഭാഗത്ത് കൃത്യമായ നടപ്പാതയില്ലാത്തത് കാൽനട യാത്രക്കാരെ വലിയ അപകട ഭീഷണിയിലാക്കുന്നുണ്ട്. നിത്യേന ഇതുവഴി സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ, സ്ത്രീകൾ എന്നിവർ ജീവൻ പണയപ്പെടുത്തിയാണ് റോഡ് മുറിച്ചു കടക്കുന്നതും സഞ്ചരിക്കുന്നതുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ കുളം നവീകരണ പ്രവൃത്തികൾക്കൊപ്പം തന്നെ പാതയോരത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഫുട്പാത്ത് നിർമ്മിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം. അതോടൊപ്പം കുളത്തിന്റെ സ്വാഭാവിക ഭംഗി ആസ്വദിക്കാനുള്ള സാഹചര്യവും പൊതുജനങ്ങൾക്കൊരുക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു. ആ നവീകരണം നടന്നുകൊണ്ടിരിക്കെ വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്, നമുക്കറിയാം ഈ ദേശീയപാത ഈ കുളത്തിന്റെ അവിടെ വളരെ ഇടുങ്ങിയ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കാൽനട യാത്രക്കാർക്ക് വളരെയധികം പ്രയാസം അതിലൂടെ നടന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. തൊട്ടടുത്ത തരകൻ ഹൈസ്കൂള് ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടൗണിലേക്കും ക്ഷേത്രങ്ങളിലേക്കും വരുന്ന ആളുകളുമൊക്കെ ധാരാളം നടന്നു പോകുന്ന ഒരു വഴിയാണ്. ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾക്ക് നടക്കാൻ വളരെയധികം പ്രയാസം കാൽനട യാത്രക്കാരെ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത്, നമ്മുടെ ഈ കുളം ഇപ്പോൾ ഇവിടെ നവീകരിക്കുമ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഒരു കാൻഡിലിവർ ഒക്കെ ഇട്ടുകൊണ്ട് കുളത്തിൻ്റെ ഭംഗി ജനങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും കഴിയുന്ന രൂപത്തിൽ ഒരു ഹാൻഡ് റെയിലൊക്കെ ഇട്ടുകൊണ്ട് ഒന്നും കൂടെ ഇങ്ങോട്ട് നീട്ടി, അതായത് കുളം തൂർക്കാതെ തന്നെ, കുളം തൂർക്കണമെന്നല്ല വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത്, ആ കുളത്തിൻ്റെ സൈഡിലൂടെ ഒരു കാൻഡിലിവർ ഇങ്ങോട്ട് വെച്ചുകൊണ്ട്
അതിലൂടെ ഒരു ഫുട്പാത്ത്, ഒരു ഹാൻഡ് റെയിലൊക്കെ ഇട്ടുകൊണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുകൂടെ, ഈ ഭാഗത്തുകൂടെ നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്ക് വളരെ എളുപ്പമാവുകയും അത് ഏറെ ഗുണകരമാവുന്ന ഒരു പദ്ധതിയാണ് ഈ നവീകരണവുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുളത്തിന്റെ ഭംഗി ആളുകൾക്ക് കണ്ട് ആസ്വദിക്കാനും വൈകുന്നേര സമയങ്ങളിലൊക്കെ ആളുകൾക്ക് ഇവിടെ വന്ന് നിൽക്കാനും കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഭംഗിയുള്ള സ്ഥലമായിട്ട് ഈ പ്രദേശത്തെ മാറ്റാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജില്ലാ കളക്ടർ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, ദേശീയപാത അതോറിറ്റി, അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചതായി വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ 54ാം സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള മലപ്പുറം ഡിവിഷൻ ഗ്രാറ്റിറ്റ്യൂഡ് കോൺഫറൻസ് ഏപ്രിൽ 29 ബുധനാഴ്ച നടക്കും. വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ മേൽമുറി സ്വലാത്ത് നഗറിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 73 യൂണിറ്റുകളിൽ നിന്നായി 8 സെക്ടറുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 600ഓളം പ്രതിനിധികൾ മേൽമുറി മാടലി ക്യാമ്പസിലെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. SSFന്റെ നാഷണൽ സെക്രട്ടറി ഫിർദൗസ് സഖാഫി കടവത്തൂർ വിശ്വോധനം നടത്തുകയും മറ്റു സംസ്ഥാന ജില്ലാ പ്രതിനിധികൾ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നു. സമ്മേളനത്തിന്റെ സമാപനമോ സ്വലാത്ത് നഗറിൽ നിന്നും ആലത്തൂർ പടിയിലേക്കോ വിദ്യാർത്ഥി റാലി നടക്കുകയും അതിനുശേഷം സന്ദേശ പ്രഭാഷണം നടത്തപ്പെടുകയും ചെയ്യപ്പെടും. 100 പ്രകാശ വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കോൺഫറൻസ് നടക്കുന്നത്. നമ്മൾ ആസ്വദിച്ച വെളിച്ചം എന്ന വിഷയം സമ്മേളനം ചർച്ച ചെയ്യും. ഡിവിഷനിലെ 73 യൂണിറ്റുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 600-ലധികം വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുക്കും. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം സോൺ പ്രസിഡന്റ് അബ്ദുറഹീം കരുവള്ളി പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന വിദ്യാർത്ഥി റാലി SYS മലപ്പുറം സോൺ പ്രസിഡന്റ് ഖാലിദ് സഖാഫി ഫ്ലാഗ് ഓഫ് ചെയ്യും. സുന്നി യുവജന സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാക്കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ SSF മലപ്പുറം ഡിവിഷൻ ജനറൽ സെക്രട്ടറി ഫർസിൻ അദനി, സെക്രട്ടറിമാരായ ആദിൽ, അസ്ഹർ, കോൺഫറൻസ് കൺവീനർ നഫ്വാൻ അദനി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. അങ്ങാടിപ്പുറം കോട്ടയ്ക്കൽ റോഡിലെ വൈലോങ്ങരയിൽ തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ നിയന്ത്രണം വിട്ട കാറിടിച്ച് കെട്ടിടം തകർന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. പാങ് സ്വദേശി തൈരനിൽ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. വൈലോങ്ങര ലിബർട്ടി ക്ലബ് ആൻഡ് ലൈബ്രറിയും 2 കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. കരിങ്കല്ലത്താണി സ്വദേശികളായ 4 പേരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. പുലർച്ചെയായതിനാൽ കടകളിലും ക്ലബിലും ആളുകളില്ലാതിരുന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കി. അപകടത്തിൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാർ കടയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലാണ്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ തീരുമാനം. ദിവസേന അരമണിക്കൂർ വീതം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്തിനിടയിലാകും നിയന്ത്രണം നടപ്പിലാക്കുക. മലപ്പുറം ജില്ലയിൽ തുടരുന്ന അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ്. മലപ്പുറം KSEB ഓഫീസിലെത്തിയ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ ഓഫീസിന്റെ ഫ്യൂസ് ഊരിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മണ്ണാർക്കാട് നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി മതിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് MCP മണ്ണാർക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പരാതിപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി നഗരസഭയ്ക്ക് പരാതി നൽകി.
ചെർപ്പുളശ്ശേരിയിൽ മൂസമ്പി മുറിച്ചു നൽകാത്തതിന്റെ പേരിൽ വ്യാപാരി മർദ്ദനത്തിനിരയായ സംഭവം രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ. ഭരണസ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ആഭ്യന്തര തർക്കങ്ങളുടെ പേരിൽ വ്യാപാരിയെ കരുവാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.